അറിയുന്ന പോലെ കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്ത് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഈ ഗ്ലോബൽ സമ്മിറ്റ്, ഈ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റിന്റെ ഉദ്ഘാടനം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇതിൽ ഓൺലൈനായി പ്രഭാഷണം നടത്തുന്നുണ്ട്. അതുപോലെ കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വ്യവസായ മന്ത്രി കേന്ദ്രമന്ത്രി ജയന്ത് ചൗധരിയും ഈ പരിപാടിയിലുണ്ട്. 26 രാജ്യങ്ങളിൽ നിന്നായി 3000-ഓളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഒരു വലിയ സംരംഭമാകട്ടെ, കേരളത്തിന് മുന്നോട്ട് പോയേ പറ്റൂ. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി തനേഷ് തമ്പി കൂടി നമുക്കൊപ്പം ചേരുന്നു. തനേഷ്, ഗുഡ് മോർണിംഗ്. തനേഷ്, കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച്? ഗുഡ് മോർണിംഗ് SKN. ഈ വ്യവസായ സൗഹൃദ സൂചികയിൽ കേരളം ഒന്നാമതെത്തിയതിനു പിന്നാലെ ഇത്തരമൊരു സമ്മിറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് കൂടുതൽ സംരംഭകരെ കേരളത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സമ്മിറ്റ് ഇവിടെ നടക്കുന്നത്. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അടക്കമുള്ള പ്രതിനിധികൾ ഈ സമ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിന്റെ വ്യവസായ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം സംരംഭകർക്ക്, അത് രാജ്യത്തെമ്പാടുമുള്ള സംരംഭകർ മാത്രമല്ല രാജ്യത്തിന് പുറത്തുള്ള സംരംഭകർക്കും കാണിച്ചു കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സമ്മിറ്റിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള നിരവധി സെഷനുകൾ ഈ സമ്മിറ്റിന്റെ ഭാഗമായിട്ടുണ്ട്. 10 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സമ്മിറ്റിന്റെ ഭാഗമാകും. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ തന്നെ മുൻപ് 2 തവണയാണ് ഇത്തരത്തിലുള്ള ഉച്ചകോടികൾ നടന്നിട്ടുള്ളത്. അതിൽ 2001 ജിം, അതിനുശേഷം LDF സർക്കാരിന്റെ കാലത്താണ് രണ്ടാമത്തേത് നടന്നത്. ഈ സമയത്തൊക്കെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം, വ്യാവസായിക അന്തരീക്ഷം ഇപ്പോൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ വ്യവസായികരടക്കം സമ്മതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അനുകൂല സാഹചര്യത്തെ പരമാവധി മുതലാക്കുക എന്നുള്ളതാണ് സർക്കാരും ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മന്ത്രി പി രാജീവ് പറയുന്നത്. മുമ്പ് നടന്ന 2 സമ്മിറ്റുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി പി രാജീവ് തന്നെ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുണ്ടായി. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിലേക്ക് വരുമെന്ന പ്രഖ്യാപനങ്ങളുണ്ടായി. പക്ഷെ അതൊന്നും ആ അർത്ഥത്തിൽ ഫലവത്തായില്ല എന്ന് മാത്രമല്ല, പിന്നീട് പല പദ്ധതികളിൽ നിന്നും സംരംഭകർ പിന്നോട്ട് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ, വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒഴിവാക്കും എന്നുള്ളതാണ് പി രാജീവ് മന്ത്രി നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളല്ല, മറിച്ച് കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് ഗുണകരമാകുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ഒരു അടിസ്ഥാനമിടുകയാണ് ഈ ഒരു സമ്മിറ്റിലൂടെ. അതിനകത്ത് പ്രതിപക്ഷത്തിന്റെ സഹകരണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം വലിയ സംരംഭകരൊക്കെ കേരളത്തിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിൽക്കും. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ഒരു സമ്മിറ്റിന്റെ ഭാഗമാകും. അപ്പോഴും നമുക്കറിയാം, നിരവധി വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാലക്കാട് എരപ്പള്ളി ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങളിൽ വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ രീതികൾക്കനുസൃതമല്ലാത്ത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന നിലപാട് പ്രതിപക്ഷം ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാലും ഈ സമ്മിറ്റിൽ അവർ പങ്കെടുക്കുന്നു. കേരളത്തിന്റെ പൊതുവികസനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിൽക്കണം എന്നുള്ള മന്ത്രി പി രാജീവിന്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ഒക്കെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഈ സമ്മിറ്റിൽ പങ്കെടുക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി സെഷനുകളുണ്ട്. കേരളത്തിന്റെ പ്രധാനപ്പെട്ട സാധ്യതകൾ, പ്രത്യേകിച്ച് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിനനുബന്ധ വ്യവസായങ്ങളായി തുടങ്ങാൻ കഴിയുന്ന കപ്പൽ നിർമ്മാണശാലകൾ അടക്കമുള്ള സംരംഭങ്ങളുടെ സാധ്യതകളെ കുറിച്ചാണ് ഈ ഒരു സമ്മിറ്റിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ IT അടക്കമുള്ള മറ്റു മേഖലകൾ, നേരത്തെ മന്ത്രി തന്നെ അല്പം മുൻപ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഹൈടെക് വലിയ സംരംഭങ്ങൾക്കപ്പുറത്തേക്ക് കേരളത്തിന് അനുയോജ്യമായ രീതിയിലുള്ള മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്ത അത്തരത്തിലുള്ള കാര്യങ്ങൾക്കായിരിക്കും പ്രധാനമായും ഊന്നൽ നൽകുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 10 മണിക്ക് തന്നെ സമ്മിറ്റ് ആരംഭിക്കും. എന്താണ് ഇവിടെ നിന്ന് പറയാൻ പോകുന്നത്, കേരളത്തിന്റെ വികസനത്തിന് എന്ത് മാറ്റമാണ് ഈ ഒരു സമ്മിറ്റ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. SKN.